ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളി ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ ഫുട്ബോൾ ഗെയിമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു ഗെയിമിൽ ഒട്ടുമിക്ക എല്ലാ ടീംസും ക്ലബ്സും നാഷൻസും എല്ലാം ഉണ്ട്. ആൻഡ് ഇതിൽ കരിയർ മോഡ് അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടുക ഗൈസ്. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുമെന്നറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു സ്പാനിഷ് സൂപ്പർ ലീഗ് ഡ്രാഫ്റ്റ് ചലഞ്ച് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്യാപ്റ്റന് അങ്ങനെ കുറേ പ്ലെയേഴ്സിനൊക്കെ ചൂസ് ചെയ്യാണ്ടാവും. അത് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാവും. പിന്നെ ബ്രസീൽ 1994 റോഡ് ടു ചാമ്പ്യൻഷിപ്പ് മാച്ച് കളിക്കുക, ബ്രസീലിനെ ജയിപ്പിക്കുക, അങ്ങനെ ഒരു സംഭവമാണ്. ആൻഡ് ഇത് റോഡ് ടു ഗ്ലോറി ഇല്ലേ, നിങ്ങൾ അതേപോലെ തന്നെയാണ് ഈ PC കളിക്കുന്ന FC ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് റോഡ് ടു ഗ്ലോറി പറയുന്ന സംഭവം തന്നെയാണ്. ചാമ്പ്യൻസ് ആക്കുക, ഓരോ ഇയറിലെ ടീമിനെ ഓരോ ചാമ്പ്യൻസ് ആക്കുക. ഇത് ജസ്റ്റ് ഒരു മാച്ചാണ്. നിങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ ഈ ഒരു AS മൊണാക്കോ ആ ടീം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെർബി കളിക്കാനാണ്. ഇത് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിൽ നിങ്ങൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിവാർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് പരിപാടിയാണ്. എൻ്റെ ഇൻ്റർനാഷണൽ ക്വാളിഫയേഴ്സിൻ്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രിബിളിങ്, ഷോട്ട്, പാസ്, ത്രൂ, അതേമാതിരി ഒഫൻസ്, പ്രസ്, സ്വിച്ച്, സ്ലൈഡ്, ഡിഫൻസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ റെഡ് ബോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്ലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫ്രണ്ട്ലി മാച്ചസ് കളിക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടില്ല, ടീമൊക്കെ മാറ്റാൻ പറ്റും. ISL, I ലീഗ് അതൊക്കെ അവൈലബിൾ ആണ് ഗൈസ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഞാൻ ഇവിടെ ലിവർപൂൾ ചൂസ് ചെയ്തു. ആൻഡ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പല സ്റ്റേഡിയങ്ങളും കാണാൻ സാധിക്കും. കണ്ടില്ലേ, കുറേ സ്റ്റേഡിയങ്ങളുണ്ട് ഇതിൽ. പേര് നിങ്ങൾ നോക്കണ്ട, പേരിലല്ല കാര്യം. കുറേ സ്റ്റേഡിയങ്ങൾ കാണാൻ സാധിക്കാൻ. ഇത് ബോൾ മാറ്റാനുള്ളതാണ്. ഫുട്ബോൾ ഏതൊക്കെ ഫുട്ബോൾ ചൂസ് ചെയ്യുക. അതിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം കിറ്റ്, അവേ കിറ്റ് ഒക്കെ മാറ്റാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവമാണ്. ടീം ചേഞ്ച് ചെയ്യാൻ ആ റെഡ് ബോളിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ കരിയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറേ ലീഗുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, കുറേ ലീഗുകളുടെ. ഞാൻ ISL ഒന്ന് ക്ലിക്ക് ചെയ്യാം. ISL ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടീമുകളുണ്ടെന്നൊക്കെ കാണാൻ സാധിക്കും. ഇത് മുംബൈ സിറ്റി, FC ഗോവ, അങ്ങനെ എല്ലാ ടീമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു FC, ഒഡീഷ FC, ഈസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇതിലെല്ലാ ടീംസും ക്ലബ്സും ഒക്കെ അവൈലബിൾ ആണ്. മൊബൈലിൽ ഇങ്ങനത്തെ ഒരു ഗെയിം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ എല്ലാ ടീംസും ഉള്ളത് ഞാൻ ആദ്യം കണ്ടിട്ടില്ല. കരിയർ മോഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഗോകുലം, കേരള, I ലീഗ് ടീംസൊക്കെ ഉണ്ട് ഗൈസ്. അത്യാവശ്യം I ലീഗ്. ഇതിൻ്റെ അടിയിലേക്ക് ഇനിയും ടീംസ് ഉണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാമല്ലേ. നിങ്ങൾ കയറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ്, ഹോം കിറ്റ്, അവേ കിറ്റ് എല്ലാം. ISL കുറച്ച് പഴയതാണ്. അതിൻ്റെ PL പ്രീമിയർ ലീഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ, ലിവർപൂള്, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ടോട്ടൻഹാം, എല്ലാത്തിൻ്റെ ഈ ISL ഒഴികെയുള്ള ടീംസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ISL ഒഴികെയുള്ള ലീഗിലത്തെ ടീംസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പുതിയ കിറ്റാവും. ISL മാത്രം പഴയതാണ്. ISLൻ്റെ പുതിയത് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ ജസ്റ്റ് നോക്കുക, അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്കറിയുള്ളൂ. അതാ ലാ ലീഗയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറേ ടീംസിനെ കാണാൻ സാധിക്കും ഗൈസ്. ഇപ്പോൾ കണ്ടില്ലേ, ബാഴ്സലോണ ഉണ്ട്. ബാഴ്സലോണൻ്റെ പുതിയ കിറ്റാണ്. റയൽ മാഡ്രിഡിൻ്റെ പുതിയ കിറ്റാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പുതിയ കിറ്റാണ്. ഹോം കിറ്റും അവേ കിറ്റും അവൈലബിൾ ആണ് ഇതിൽ. ആൻഡ് ഇതിൻ്റെ അടിയിൽ ഇനിയും കുറേ ടീംസ് ഉണ്ട്. അത് കുറേ ഉണ്ട് ഗൈസ്. നിങ്ങൾ ജസ്റ്റ് കയറ്റി നോക്കിയാൽ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനാണ് ഗൈസ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കാം, അല്ല ഇനി ഓഫ്ലൈന് മതിയെങ്കിൽ അങ്ങനെയും കളിക്കാം. ആൻഡ് ഇത് PSG ആണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം.
1 hour later. അതൊന്ന് തീരാൻ കുറച്ച് ടൈം എടുത്തു ഗൈസ്. ആൻഡ് ഇനി ക്ലബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലീഗുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുറേ കപ്പും കുറേ ലീഗും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. UCL, UEFA ചാമ്പ്യൻസ് ലീഗ്, ഏഷ്യൻസ് കപ്പ്, AFC ചാമ്പ്യൻസ് ലീഗ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എൻ്റെ അത് ആ ലീഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലീഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ഇത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഏഷ്യൻ ലീഗ് കപ്പ് എന്നൊക്കെ പറഞ്ഞത് എന്താ ഞാൻ കണ്ടിട്ടില്ല. ഏഷ്യൻ ലീഗ് കപ്പ് പറഞ്ഞ സംഭവമുണ്ട്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഈ ലീഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ, ഓരോ ലീഗുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതാണ് കരിയർ മോഡ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ISL ചൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുകയാണ്. സ്റ്റാർട്ട് കരിയർ അങ്ങനെ സംഭവം ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടേബിൾ കാണാൻ സാധിക്കും. 12 ടീമുകൾ അടങ്ങുന്ന ഒരു ടേബിളാണ്. എൻ്റെ ഇതിൽ ആ റൗണ്ടുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോണ മാച്ചസ് ഏതൊക്കെയാണ് നമുക്കറിയാൻ പറ്റും, ഏത് ടീമിൻ്റെ ഒപ്പാണെന്നുള്ള. ഇതിൽ ഡൂറൻഡ് കപ്പ്, സൂപ്പർ കപ്പ്, അതുപോലെ തന്നെ ലീഗ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ. ആൻഡ് ഇത് സ്റ്റാറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സ്കോറർ ആരാണോ, അസിസ്റ്റ് ആരാണോ, നിങ്ങൾ മാച്ച് കളിക്കണതിനനുസരിച്ച് അത് കൂടുന്നതാണ്. ഫോർമേഷനിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്ലെയേഴ്സും ഫോർമേഷനും ആൻഡ് കുറേ ഫോർമേഷനുകൾ കാണാം. 4-3-3, 4-2-2, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. ആൻഡ് ഇത് കലണ്ടറാണ്. കലണ്ടറിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഏതൊക്കെ ദിവസം ഏതൊക്കെ ടീമിൻ്റെ ഒപ്പം കളി എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇനി റെഡ് ബോളിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് സ്റ്റാർട്ടാവും. ഇതിങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് ടീമിൻ്റെ ഹോം കിറ്റ്, അവേ കിറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന് കണ്ടില്ലേ. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവേ കിറ്റ്, ഹോം കിറ്റ്, അതുപോലെ തന്നെ അങ്ങനെ പല ടീംസിൻ്റെതും മാറ്റാൻ പറ്റും. പിന്നെ റെഡ് ബോളിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമേഷൻ ഒന്നുകൂടി മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. എന്നിട്ട് റെഡ് ബോളിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് സ്റ്റാർട്ടാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്, ഞാൻ മാച്ച് പിന്നെ കാണിച്ചു തരാം. ആൻഡ് ഇതിൽ കുറേ ഇത് കണ്ടില്ലേ, ഇതിൽ ഓരോ പ്ലസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പല പല ലീഗുകൾ എടുത്ത് കളിക്കാവുന്നതാണ്. എൻ്റെ ഇതിൽ ആ ലീഗ് ഉണ്ട്, പ്രീമിയർ ലീഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇറ്റാലിയൻ ലീഗ്, അങ്ങനെ ഓരോ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് ഗൈസ്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ആൻഡ് UCL എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പല ക്ലബ്ബുകളെയും കാണാം. ഓരോ നാഷൻസിലും ഓരോ ടീംസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ ക്ലബ്ബും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ഇഷ്ടമുള്ള ടീമിനെ എടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ആ ആരോയിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വീണ്ടും ഇത് കണ്ടില്ലേ, വീണ്ടും ആ ആരോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടേബിള് പല ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെയാണ്. ആൻഡ് റൗണ്ടുകൾ കാണാൻ ആ റൗണ്ട് എന്നുള്ളതിൽ ചൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ കുറേ റൗണ്ടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ റെഡ് ബോളിൽ ചൂസ് ചെയ്താൽ മാച്ച് സ്റ്റാർട്ടാവുന്നതാണ്, നമ്മൾ നേരത്തെ കാണിച്ചു. പിന്നെ നാഷൻസിൽ കുറേ ഉണ്ട്. ഇത് വേൾഡ് കപ്പാണ് ഗൈസ്. ഇത് ഓരോ വർഷത്തെ ഓരോ വേൾഡ് കപ്പുകളും നിങ്ങൾക്ക് ഇതിൽ കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഏഷ്യ, യൂറോപ്പ്, അങ്ങനെ കുറേ ഉണ്ട്. ഏഷ്യയിൽ ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, UAE, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, ഖത്തർ, ചൈന, അങ്ങനെ കുറേ നാഷൻസ് ഇതിലുണ്ട്. കുറേ പറഞ്ഞാൽ കുറേ നാഷൻസ് ഉണ്ട്. അത്യാവശ്യം നമ്മളെ ഏഷ്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ നാഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐക്കൺസിൻ്റെ ടീംസും ഇതിലുണ്ട്. ഐക്കൺസിൻ്റെ പല ടീമുകൾ, പിന്നെ ഇപ്പോഴത്തെ ടീം, അങ്ങനെ എല്ലാം കിട്ടും. സൗത്ത് അമേരിക്കയിലാണെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ അർജൻറ്റീന, ബ്രസീൽ, അതിൻ്റെ ഐക്കൺസിൻ്റെയും കറണ്ട് ടീമും കിട്ടുന്നതാണ്. നോർത്ത് അമേരിക്കയിൽ ഇതാകണില്ലേ, അല്ലാണ്ട് ആഫ്രിക്കയിലും കുറേ നേഷൻസ് ഉണ്ട്. അത്യാവശ്യം എല്ലാ നേഷനും ഇതിൽ അവൈലബിളാണ്. എൻ്റെ ഇതൊരു മൊബൈലിലെ ഗെയിമാണ് ഗൈസ്, ഓഫ്ലൈനാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടും. AFC ഏഷ്യൻ കപ്പ് ഉണ്ട് ഓരോ വർഷത്തെ എവിടെയൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ഓരോ വർഷത്തെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് കളിക്കാവുന്നതാണ്. UEFA യൂറോ ലീഗ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കപ്പ് ഓരോ വർഷത്തതും ഓരോ ഇതിലുണ്ട്. ആൻഡ്
യൂറോ ലീഗ്, ഇത് യൂറോ ലീഗാണ്. അതുപോലെ തന്നെ ഇത് നോർത്ത് അമേരിക്കേൻ്റെ ലീഗാണ്, നോർത്ത് അമേരിക്ക ലീഗ്. ചലഞ്ചിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ ലോബിയിലുണ്ടായിരുന്ന മൊമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫ്രീ കിക്കിൽ 2 ടീമിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ കിക്ക് കളിക്കാം. അതുപോലെ തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട്, ഇതും അതുപോലെ തന്നെ കളിക്കാം. ഇതിൽ വുമൻസ് ലീഗ് അവൈലബിൾ ആണ്. വുമൻസ് കറക്റ്റ് ഫിഫ പോലെ തന്നെ, ഫിഫയുടെ ഒരു മൊബൈൽ വേർഷൻ എന്ന് തന്നെ പറയാം. വുമൻസ് ലീഗ് ഉണ്ട്, ഏഷ്യ, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, അങ്ങനെ ഓരോ ഇതിൻ്റെ ഉണ്ട്. ഫ്രാൻസ് ഇത് വേറെയാണ്. ഇത് വേറെ എന്തോ ഒരു വുമൻസിൻ്റെ ലീഗാണ്. ഇത് ക്ലബ്ബ് വുമൻസ് ലീഗ് തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഇതിലൊരു മാച്ച് കളിച്ച് കാണിച്ചു തരാം, എങ്ങനെയുണ്ട് ഗെയിമിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അറിയാൻ. അപ്പം ഞാൻ ജസ്റ്റ് 2 ടീമിനെ ചൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് ടീമായിട്ട് ചൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് ഫോർമേഷനും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ മാറ്റി കൊടുക്കാം, ഏതൊക്കെ പ്ലെയർ എവിടെ കിടണം എന്നുള്ള സംഭവങ്ങളൊക്കെ ആക്കാം. നമുക്ക് നേരെ മാച്ചിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഗൈസ് ഗെയിമിൻ്റെ ആനിമേഷനും ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മാച്ച് സ്റ്റാർട്ടായി. ഇവിടെ 2 ടീമിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ഫാൻസ് പോസ്റ്ററും ബാനറൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആരാധകർ നമ്മളെ പടക്കം പൊട്ടിക്കലും കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ പ്രെയറിന് വേണ്ടി പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ടീമിൻ്റെ ലൈനപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം ഈ ഒരു മാച്ചിൻ്റെ ഗോൾസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഹാഫ് ടൈം അതുപോലെ തന്നെ സംഭവങ്ങൾ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണാതെ ഇവിടെ ഹാളൻ്റെ ഒരു ഗോള് സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, പോസ്റ്റിലടിച്ചു, ഗോളായി. ഇതാണ് ഗൈസ് ഇതിൻ്റെ സെലിബ്രേഷൻ. പ്ലെയർ ഫേസ് പക്കായിട്ടില്ലെങ്കിലും ഏകദേശം ഒരേപോലെയാണ്. പുള്ളി ഷൂ ആണ് ഇട്ടത്. ഷൂ നമ്മളെ അണ്ണൻ്റെതാണല്ലോ, അറിയാലോ. കോപ്പി അടിച്ചാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. നമുക്കിവിടെ റീപ്ലേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് അടിക്കാൻ കാണണമെങ്കിൽ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഹാഫ് ടൈമും ഫുൾ ടൈമും ഒക്കെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാണ്. വീഡിയോയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതവിടെ റീപ്ലേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ഹാഫിലുണ്ടായ സംഭവങ്ങളൊക്കെ. അതേപോലെ തന്നെ സ്റ്റാറ്റ്സ്, ഗോളടിച്ചത് ആരാ ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മാറ്റാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ഹാഫ്. ഗൈസ് അങ്ങനെ ഫുൾ ടൈം ആവാനായി. ഫുൾ ടൈമായി ഗൈസ്. റെഫറി വിസിൽ ഊതി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മാച്ച് കഴിഞ്ഞാലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഇവിടെ കാട്ടുന്നത്, കണ്ടില്ലേ. ഫസ്റ്റ് ഹാഫ് ഫുൾ ടൈമിലുണ്ടായ ആ ഒരു റീപ്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ സ്റ്റാറ്റ്സ്, ആരാ ഗോളടിച്ച്, ആരാ മാൻ ഓഫ് ദി മാച്ച് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ പ്ലെയേഴ്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഹാളൻഡിൻ്റെ ഫോട്ടോ കണ്ടില്ലേ, ഹാളൻഡാണ് അപ്പോൾ മാൻ ഓഫ് ദി മാച്ച്. അതിൻ്റെ ഓരോ പ്ലേയേഴ്സിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും കാണാം. അപ്പോൾ ഗെയിമിനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളാണ് ഗൈസ് പറയാനുള്ളത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിൽ ഒരു കിറ്റിൻ്റെ ഒരു പാക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഗൈസ്.